Good morning, all of you. ഇഗ്നോ UG കോഴ്സുകളിലെ എലക്റ്റീവ് സബ്ജക്റ്റ് അതുപോലെ തന്നെ BCom-ൻ്റെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് കൂടിയായ BEDSV വാല്യൂ എഡ്യൂക്കേഷൻ അതിലെ യൂണിറ്റ് 2 ആണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ വാല്യൂ എഡ്യൂക്കേഷനാണ്, അതായത് വാല്യൂ എന്താണ് എന്നും സോഷ്യൽ മലയാസ എന്താണെന്നും സോഷ്യൽ മലയാസയെ നമുക്ക് വാല്യൂ കൊണ്ട് എങ്ങനെ മറികടക്കാം എന്നൊക്കെയാണ് അവിടെ ഡിസ്കസ് ചെയ്തത്. ഇവിടെ കൺസെപ്റ്റ് ഓഫ് മൊറാലിറ്റി ആൻഡ് മോറൽ എഡ്യൂക്കേഷനാണ് ഇവിടുത്തെ ടോപ്പിക്. കൺസെപ്റ്റ് ഓഫ് മൊറാലിറ്റി നമ്മൾ പലപ്പോഴും കേൾക്കുന്ന വാക്കാണ് മൊറാലിറ്റി എന്നൊക്കെ അല്ലേ. നമ്മൾ 3 വേർഡാണ് ശരിക്കും കേൾക്കാറ്, അതായത് ഇതുമായി ബന്ധപ്പെട്ട വാല്യൂ, എത്തിക്സ് ആൻഡ് മോറൽ. ഇത് 3ഉം അടുത്തടുത്ത് നിൽക്കുന്ന വാക്കുകളാണ്. ഇതിന് ഒറ്റക്ക് പെട്ടെന്നൊരു മീനിങ് പറയാൻ ബുദ്ധിമുട്ടുമാണ് മൊറാലിറ്റി. സോ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ മൊറാലിറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് മൊറാലിറ്റി? നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. മൊറാലിറ്റി എന്ന് വെച്ചാൽ മൊറാലിറ്റി റെഫേഴ്സ് ടു പ്രിൻസിപ്പിൾസ് ആൻഡ് വാല്യൂസ് ദാറ്റ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദ റൈറ്റ് ആൻഡ് റോങ് ഓർ ഗുഡ് ആൻഡ് ബാഡ് ബിഹേവിയർ. ഒരാളുടെ നല്ല സ്വഭാവവും ചീത്ത സ്വഭാവവും, അല്ലെങ്കിൽ ഗുഡ് ഓർ ബാഡ്, അല്ലെങ്കിൽ റൈറ്റ് ഓർ റോങ്, ശരിയും തെറ്റും, ഇത് തിരിച്ചറിയാനുള്ള കഴിവിനാണ് നമുക്ക് എന്തെന്ന് പറയാം, മൊറാലിറ്റി എന്ന് പറയാം. അപ്പോൾ ഇറ്റ് encompasses the set of standards that guides the individual on how to act in various situations. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ പെരുമാറുന്നുവോ അതുമായി ബന്ധപ്പെട്ട കുറച്ച് സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പോൾ ഓരോ മനുഷ്യനും അവൻ ഓരോ സിറ്റുവേഷനിലും എങ്ങനെ പെരുമാറുന്നു, അത് നമ്മളൊക്കെ നല്ല രീതിയിൽ പെരുമാറുന്ന ആൾക്കാരാണ്. നമുക്കൊക്കെ എവിടെ നിന്നാണ് ഈ നന്മ കിട്ടിയത്? നമ്മൾ വാല്യൂവിൻ്റെ കാര്യം പറഞ്ഞു റിലീജിയൻ എന്ന് വന്നു എന്ന് ഒരഭിപ്രായം പറഞ്ഞു. പൂർണ്ണമായിട്ടും അതിനെ അംഗീകരിക്കുന്നുമില്ല സയൻറ്റിസ്റ്റുകൾ. എന്ന് പറഞ്ഞ പോലെ തന്നെ മൊറാലിറ്റിയുടെ കാര്യത്തിലും നമ്മളൊക്കെ നല്ല ആൾക്കാരായി ജീവിക്കുന്നുണ്ട് അല്ലേ, മൊറാലിറ്റി ഉള്ള ആൾക്കാരാണ് നമ്മളൊക്കെ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ നമുക്ക് എവിടെ നിന്ന് കിട്ടി ആ മൊറാലിറ്റി? അതിനെക്കുറിച്ചൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവോ, ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നുവോ അതിനുള്ള കുറച്ച് സ്റ്റാൻഡേർഡ്സാണ്. അപ്പോൾ അവിടെ ശരിയും തെറ്റും എന്നുള്ളത് ചില സമയത്തൊക്കെ അങ്ങോട്ട് സാഹചര്യത്തിനനുസരിച്ച് മാറും. ചില സാഹചര്യങ്ങളിൽ അത് തെറ്റായിരിക്കും, ചില തെറ്റായ കാര്യങ്ങൾ ചില സാഹചര്യങ്ങൾ ശരിയാവാനും സാധ്യതയുണ്ട്. Morality can be influenced by various factors including culture, religion, personal experience and rational thought. അപ്പോൾ നമ്മൾ ഈ പറയുന്ന മൊറാലിറ്റി ഇതുമായി ബന്ധപ്പെട്ടതാണ്, നമ്മുടെ കൾച്ചറുമായി ബന്ധപ്പെട്ടതാണ്, മതവുമായി ബന്ധപ്പെട്ടതാണ്, പേഴ്സണൽ എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ടതാണ്, ദെൻ റാഷണൽ തോട്ട് യുക്തിചിന്ത ആയി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മുടെ മതത്തിൽ പറയുന്ന മൊറാലിറ്റിയും നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ചിന്തിക്കുമ്പോൾ റാഷണലായിട്ട് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന മൊറാലിറ്റി തമ്മിൽ വ്യത്യാസം വരാം. ഫോർ എക്സാമ്പിൾ ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ കളവ് പറയുക എന്നുള്ളത് ശരിക്കും എല്ലാ മതങ്ങളും നിരോധിച്ച കാര്യമാണ്. നിരോധിക്കാൻ മീൻസ് അത് ശിക്ഷയുള്ള ഒരു കാര്യമാണ്. ഇസ്ലാം മതമാണെങ്കിലും ശരി, ക്രിസ്തു മതമാണെങ്കിലും ഏത് മതമാണെങ്കിലും ഹിന്ദു മതമാണെങ്കിലും ശരി, കളവ് പറയുക എന്നുള്ളത് മോശമായ കാര്യമാണ്. ഈ കളവ് പറയൽ എല്ലാ സമയത്തും മോശമായി അങ്ങനെ കാണാൻ നമുക്ക് സാധ്യമല്ല. ചില സമയങ്ങളിൽ കളവ് പറയൽ അനുവദനീയമാണ്, ചില സമയങ്ങളിൽ കളവ് പറയൽ അനുവദനീയമല്ല, നിർബന്ധമാവുന്ന സാഹചര്യം പോലും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു തെറ്റ് ചില സമയത്ത് അത് ശരിയായി മാറുന്നു. ഇപ്പോൾ ഞാനിങ്ങനെ ചില സമയത്ത് കളവ് പറയൽ നിർബന്ധമാണെന്നൊക്കെ പറയുമ്പോൾ പലർക്കും സംശയം ഉണ്ടാവും, എങ്ങനെയാണ് അത് നിർബന്ധമാവുക? ഞാൻ അതിന് മാത്രം ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞിട്ട് ഞാൻ ടോപ്പിക്കിലേക്ക് കടക്കാം. കളവ് പറയൽ നിർബന്ധമാകുന്ന ഒരു സിറ്റുവേഷൻ, ഒരു വ്യക്തി നമ്മളുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്കോ മറ്റോ ഓടി കയറി വന്നു. അദ്ദേഹത്തിൻ്റെ പ്രാണരക്ഷാർത്ഥം ഓടി വരികയാണ് വിചാരിക്കുക. അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ബാക്കിൽ ഒരാൾ ആയുധം കൊണ്ട് അയാളെ നേർക്ക് വരുന്നു. അയാൾ കയറി വന്നു. നമ്മൾ അയാളെ സംരക്ഷിച്ചു, നമ്മൾ അയാളെ നമ്മുടെ വീട്ടിൽ കയറ്റി റൂമിൽ കയറ്റി വാതിലടച്ചു. അതിൻ്റെ ബാക്കിലാണ് അയാൾ ഓടി വരുന്നത്. ഓടി വന്നിട്ട് ചോദിച്ചു, ഇങ്ങനെ ഒരാൾ ഇതിലിങ്ങോട്ട് ഓടി വന്നോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു മൊറാലിറ്റി ഉള്ളൊരു വ്യക്തി പറയേണ്ടത് അങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടില്ല എന്നാണ്. കാരണം
ആ സമയത്ത് അദ്ദേഹം എന്ത് വ്യക്തി ആയിക്കോട്ടെ ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. സോ അപ്പോൾ നമ്മൾ സത്യം മാത്രമേ പറയാവൂ എന്നൊന്നുമില്ല. ആ സമയത്ത് നമുക്ക് കളവ് പറയൽ ശരിക്കും ഒരു മനുഷ്യൻ എന്ന നിലക്ക് നിർബന്ധമാണ്. മതം പോലും അത് പറയുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ആവണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. ഇതിൻ്റെ എല്ലാ കേസിലും പല കേസുകളും ഇതിലുണ്ട്. സോ മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ നല്ലതും ചീത്തയും എന്താണ് അത് തിരിച്ചറിഞ്ഞ് വിവേകത്തോടു കൂടി പെരുമാറാനുള്ള കുറച്ച് സ്റ്റാൻഡേർഡ്സ് ആണ് എന്ന് നിങ്ങളൊരു മീനിങ് ഇതൊന്ന് എഴുതി വെക്കുക. നമ്മൾ മോറൽ കോൺഷ്യസിനുള്ള കുറച്ച് പ്രിൻസിപ്പിൾസാണ്, കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മോറൽ കോൺഷ്യസ്നെസ് എന്താണ്? മോറൽ കോൺഷ്യസ്നെസ്, മൊറാലിറ്റി എല്ലാവർക്കും വേണം. അതെങ്ങനെ ഉണ്ടാകുന്നെന്ന് ചോദിച്ചാൽ, എ മാൻ ഈസ് ബോൺ വിത്ത് 2 kinds of forces. 1 സെൽഫ് പ്രിസർവേഷൻ ആൻഡ് 2 സോഷ്യൽ പ്രിസർവേഷൻ. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, മൊറാലിറ്റി എവിടെ നിന്ന് വന്നു? അതിൻ്റെ ഒരു എക്സാമ്പിളാണ്, ഒരു കൺസെപ്റ്റാണ്. ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെ എന്തുണ്ട്? മൊറാലിറ്റി ഉണ്ട്. എ മാൻ ഈസ് ബോൺ വിത്ത് 2 kinds of forces. മൊറാലിറ്റി ഉണ്ട് എന്ന് മാത്രമല്ല, 2 തരം മൊറാലിറ്റിയുമായിട്ടാണ് ആ മനുഷ്യൻ ജനിക്കുന്നത്. ഇതിന് ഫോഴ്സ് എന്നാണ് അവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതൊന്ന് സെൽഫ് പ്രിസർവേഷനാണ്, മറ്റേത് സോഷ്യൽ പ്രിസർവേഷനാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ജനിക്കുമ്പോൾ, കഴിഞ്ഞ യൂണിറ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ കുറച്ച് വാല്യൂസ് ഉണ്ട്. അത് നമ്മൾ ജനിച്ച് വീണതിന് ശേഷമല്ല, നമ്മൾ ഗർഭസ്ഥ ശിശുവായിരിക്കുന്ന സമയത്ത് പോലും എന്താണ് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അത് നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു മനുഷ്യൻ ജനിക്കുന്നത് 2 ഫോഴ്സ് കൊണ്ടാണ്. ഒന്ന് സെൽഫും 2 സോഷ്യൽ പ്രിസർവേഷനും. എന്താണ് സെൽഫ് പ്രിസർവേഷൻ? സെൽഫ് പ്രിസർവേഷൻ എന്താണെന്ന് വെച്ചാൽ അഗ്രഷൻ, ആങ്കർ, ഫിയർ, ഡ്രൈവ് ഫോർ സെക്സ് എക്സെട്ര ആണ്. അതായത് നമ്മൾ ജനനത്തോടു കൂടി തന്നെ നമുക്ക് കിട്ടുന്ന, ജനിച്ചു വരുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാകുന്ന കുറച്ച് സ്വഭാവങ്ങളാണിത്. ദേഷ്യമുള്ള ആളാവാം. ചില കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദേഷ്യക്കാരനാണോ അല്ലയോ എന്നൊക്കെ. എന്തെങ്കിലും ഒരു വിശപ്പുണ്ടാവുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അട്ടഹസിച്ച് കരയുന്ന ചെറിയ കുഞ്ഞുങ്ങളെ കാണാം. അവർ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നവരാണ്. ഫിയർ, ഇതും നമുക്ക് ചെറുപ്പത്തിലേ കാണാൻ സാധിക്കും. ചില കുട്ടികൾ ആരെങ്കിലും കാണുന്ന സമയത്ത് ചിരിച്ച് അവരെ നേർക്ക് ചാടും. ചില കുട്ടികൾ ആരെങ്കിലും കാണുമ്പോഴേക്ക് കരയാൻ തുടങ്ങും. അതും നമുക്ക് എവിടെ നിന്ന് കിട്ടി? ആ ഒരു കുഞ്ഞിന് എന്ത് ബുദ്ധിയാണുള്ളത് ഒരു വ്യക്തിയെ കാണുമ്പോൾ പേടിക്കാനും ഇഷ്ടപ്പെടാനൊക്കെ? അത് എവിടുന്നോ, അത് നേരത്തെ ജനനത്തോടു കൂടി കിട്ടുന്നതാണ്. ദെൻ ഡ്രൈവ് ഫോർ സെക്സ്, ഇതും നമുക്ക് ഇവിടെ വന്ന് പഠിക്കുന്നൊന്നുമല്ല, നമുക്ക് ഓട്ടോമാറ്റിക്കലി ജന്മത്തോടു കൂടി വരുന്നതാണ്. ദെൻ സോഷ്യൽ പ്രിസർവേഷൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് കാണിക്കുന്ന സ്വഭാവങ്ങൾ ഇതൊക്കെ പെടും. എന്നാൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് ജനിച്ചതിന് ശേഷം നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് സോഷ്യൽ പ്രിസർവേഷനാണ്. അത് സമൂഹമാണ് കൊടുക്കുന്നത്. അതാണ് ലവ്, അഫെക്ഷൻ, സിമ്പതി, കെയർ. ഇതൊന്നും ജനനത്തോടെ നമുക്ക് വരില്ല. ഒരാളെ എങ്ങനെ സ്നേഹിക്കണം എന്നുള്ളത് നമ്മൾ സ്നേഹിച്ച് കാണിച്ചു കൊടുത്ത് പരിചയപ്പെടുത്തണം. ദെൻ അഫെക്ഷൻ, ആളുകളുമായിട്ട് അടുപ്പുണ്ടാവുക, അതും ജനിച്ചു വന്നൊരു കുട്ടിക്ക് ഉണ്ടാവില്ല. അത് സമൂഹത്തിൽ നിന്ന് പഠിക്കുകയാണ് ചെയ്യുക. സിമ്പതി ആയാലും കെയർ ആയാലും ഇതൊക്കെ ആ ഫാമിലിയുടെ സ്വഭാവം കണ്ട് പഠിക്കുന്നത്. അപ്പം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ കുറേ സാധനങ്ങളുമായിട്ട് കുറേ സ്വഭാവമായിട്ട് കണ്ടു വരും. ബാക്കി പകുതി നമ്മൾ ഇവിടുന്ന് പഠിപ്പിക്കുകയും ചെയ്യും. നമ്മൾ മീൻസ് സമൂഹമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലവ്, അഫെക്ഷൻ, സിമ്പതി, കെയർ, കമ്പാഷൻ, എംപതി, കൺസിഡറേഷൻ, ഇതെല്ലാം നമ്മൾ ഇവിടുന്ന് സമൂഹം ആ കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതാണെന്ന് പറയാം. അപ്പോൾ മോറൽ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ മനുഷ്യൻ 2 കാര്യങ്ങളുമായിട്ടാണ് ജനിക്കുന്നത്, 2 ഫോഴ്സുമായിട്ടാണ് ജനിക്കുന്നത്. സെൽഫ് പ്രിസർവേഷൻ ആൻഡ് സോഷ്യൽ പ്രിസർവേഷൻ. അത് രണ്ടും എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ ബുക്കിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. ദെൻ മോറൽ കോൺഷ്യസ്നെസ് ഈസ് റിലേറ്റഡ് വിത്ത് സോഷ്യൽ പ്രിസർവേഷൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന മോറൽ കോൺഷ്യസ്നെസ് സോഷ്യൽ പ്രിസർവേഷനുമായി ബന്ധപ്പെട്ടതാണ്. ജനനത്തോടു കൂടി കിട്ടുന്നതല്ല, ജനിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഠിച്ചുണ്ടാക്കുന്നതാണ് മോറൽ കോൺഷ്യസ്നെസ് എന്നും പറയാം. അതുപോലെ തന്നെ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി എൻവയൺമെൻറ്റൽ ഫോഴ്സ്.
ആ മനുഷ്യൻ, ആ കുട്ടി ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്നുവോ അതനുസരിച്ച് അയാൾ നല്ലതും ചീത്തയും അയാളുടെ സ്വഭാവത്തിൽ മൊറാലിറ്റി എല്ലാം അയാൾ കാണിക്കാൻ തുടങ്ങും. ഇതാണ് മോറൽ കോൺഷ്യസ്നെസ്. ഇനി എത്തിക്സിനെ കുറിച്ച് മോറലിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് മോറൽ എഡ്യൂക്കേഷൻ വേഴ്സസ് റിലീജിയസ് എഡ്യൂക്കേഷൻ. ഇത് മതത്തിൽ നിന്നുണ്ടായതാണ്. ഇനി മതത്തിൽ പറയുന്ന മോറലും അല്ലാത്ത മോറലും തമ്മിലുള്ള വ്യത്യാസം. മോറൽ എഡ്യൂക്കേഷൻ വിത്ത് റിലീജിയസ് എഡ്യൂക്കേഷൻ. ഇറ്റ് ഈസ് പോസിബിൾ വിത്തൗട്ട് റിലീജിയൻ. മോറൽ എന്ന് പറയുന്നത് പോസിബിളാണ് വിത്തൗട്ട് റിലീജിയൻ. മതം വേണമെന്നില്ല, മതമില്ലെങ്കിലും മൊറാലിറ്റി ഉണ്ടാകും എന്ന് പറയുന്നു. ഇതൊക്കെ ഒരു കൺസെപ്റ്റാണ് കേട്ടോ. ബട്ട് മെനി പീപ്പിൾ ദേ ഡോണ്ട് ബിലീവ് ഇൻ ഗോഡ് ബട്ട് ദേ ഫോളോ മോറൽ വാല്യൂസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മതമാണ് ഇങ്ങനെ നന്മയും തിന്മയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്, മതം ഇല്ലെങ്കിൽ മോറൽ ഉണ്ടാവില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് പറയുന്നത് ബട്ട് മെനി പീപ്പിൾ ദേ ഡോണ്ട് ബിലീവ് ഇൻ ഗോഡ്. കുറേ ആളുകൾ മതത്തിൽ വിശ്വസിക്കുന്നില്ല, പക്ഷെ അവരൊക്കെ നല്ല ആളുകളാണ്. മതത്തിൽ വിശ്വസിക്കാത്ത ആളുകളൊക്കെ മോശക്കാരാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ മതവും മോറലുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. മോറലായിട്ടുള്ള കുറേ കാര്യങ്ങൾ മതത്തിൽ പറഞ്ഞിട്ടുണ്ട്. മതം ഉണ്ടെങ്കിൽ മാത്രമേ മൊറാലിറ്റി ഉണ്ടാകൂ എന്ന് വിശ്വസിക്കാൻ വയ്യ. കാരണം മതമില്ലാത്തവർക്കും മതത്തിൽ വിശ്വസിക്കാത്ത, ദൈവത്തിൽ വിശ്വസിക്കാത്ത നല്ല ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. മോസ്റ്റ് ഓഫ് ദ മൊറാലിറ്റി പ്രിൻസിപ്പിൾസ് കം ഫ്രം ദ റിലീജിയൻ. അതൊരു നേരത്തെ പറഞ്ഞതൊരു കൺസെപ്റ്റ് മാത്രമാണ് അല്ലേ. മതം ഉണ്ടെങ്കിലേ ഇവിടെ മൊറാലിറ്റി ഉണ്ടാവൂ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ മതത്തിൽ തന്നെ ഹിന്ദു മതത്തിലായാലും ക്രിസ്തു മതത്തിലായാലും മുസ്ലിം മതത്തിലായാലും ധാരാളം പണ്ഡിതന്മാരുണ്ട്. ആ ധാരാളം പണ്ഡിതന്മാരുടെ ഇടയിൽ തന്നെ ധാരാളം കള്ളന്മാരെ നമുക്ക് കാണാൻ പറ്റും. ഇവരൊക്കെ അറിവുള്ള ആൾക്കാരാണ്, മതമുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ എന്നാലും മോസ്റ്റ് ഓഫ് ദി മൊറാലിറ്റി പ്രിൻസിപ്പിൾസ് കം ഫ്രം ദ റിലീജിയൻ. അധിക മൊറാലിറ്റിയും വന്നിട്ടുള്ളത് മതത്തിൽ നിന്നാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ മൊറാലിറ്റിയും റിലീജിയനും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ, അങ്ങനെ ഒരു പഠനം നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മൊറാലിറ്റി മതമില്ലെങ്കിലും മൊറാലിറ്റി ഉണ്ടാകും. എന്നാലും എല്ലാ മൊറാലിറ്റിയും മതങ്ങളിൽ നിന്നാണ് കൂടുതലും വന്നിട്ടുള്ളത് എന്നും നമുക്ക് മനസ്സിലാക്കാം. Linking morality with religion is unacceptable because it denies the accept of individuals by accepting their own choices. വേറൊരു സംഗതി, മൊറാലിറ്റിനെ മതവുമായി ബന്ധപ്പെടുത്തുന്നതിനോട് യോജിക്കാൻ പറ്റില്ല. കാരണം മതത്തിലേക്ക് നമ്മൾ യോജിപ്പ് നടത്തുമ്പോൾ, മതത്തിലേക്ക് നമ്മൾ എൻ്റർ ആകുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും പേഴ്സണലായിട്ട് നമുക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ചെയ്യുന്നതിന് പരിമിതി ഉണ്ടാകും. അപ്പോൾ മതവുമായിട്ട് മൊറാലിറ്റിനെ കൂട്ടിക്കെട്ടാൻ പാടില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടി ഉണ്ട്. ഇതൊക്കെ ഒന്ന് നിങ്ങൾ നന്നായിട്ട് വായിച്ച് നോക്കുക. ഞാൻ ഈ സബ്ജക്റ്റിൻ്റെ ഒരു പ്രാധാന്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവാത്തതാണ്. ധാരാളം വായിച്ച് പുറത്തുനിന്നുള്ളൊരു വായന കൂടി ഇതിലുണ്ടാവണം. വൈഡായി നിങ്ങൾ വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. ദെൻ തിയറി ഓഫ് മൊറാലിറ്റി. നമ്മൾ മൊറാലിറ്റി എന്താണെന്ന് പറഞ്ഞു. മൊറാലിറ്റി റെഫേഴ്സ് ദ പ്രിൻസിപ്പിൾസ് ആൻഡ് വാല്യൂസ് ദാറ്റ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് റോങ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ കോമ്പണൻസ് ഓഫ് മൊറാലിറ്റി. മൊറാലിറ്റിയുടെ കുറച്ച് ഘടകങ്ങൾ, നമ്മൾ മൊറാലിറ്റിയുടെ തിയറി പഠിക്കുന്നുണ്ട്, അതോടൊപ്പം അതിൻ്റെ മൊറാലിറ്റിയുടെ കോമ്പണൻസ് കൂടി നോക്കുന്നു. പിന്നെ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. എന്താണ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ്? These are the fundamental ideas from ways of moral judgment such as justice, fairness, equality and aspects of respect of others. മൊറാലിറ്റിയുടെ കോമ്പണൻസിൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ ബഹുമാനിക്കുക, അനുസരിക്കുക, നീതി കാണിക്കുക, നല്ല രീതിയിൽ പെരുമാറുക, ഇക്വിറ്റി ഉണ്ടാവുക എന്നുള്ളതൊക്കെയാണ്. ദെൻ മോറൽ ജഡ്ജ്മെൻറ്റ്. Moral judgment, decision and opinion about what right and wrong in a specific situation. നമ്മളൊരു മനുഷ്യനാണ് എങ്കിൽ മോറൽ ജഡ്ജ്മെൻറ്റ് നടത്താൻ പറ്റണം. എവിടെയെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നാൽ അവിടെ പോയിട്ട് അത് കണ്ട്
അത് നമുക്ക് ഒരു വിഷയമല്ല, നമ്മളെ സംബന്ധിക്കുന്ന വിഷയമല്ല എന്നാണ് തിരിഞ്ഞു നടക്കാൻ പാടില്ല. അതിലെന്താണ് അതിൻ്റെ വസ്തുത എന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് അത് നല്ല രീതിയിൽ പരിഹരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തേ പറ്റൂ. അത് നമ്മൾ മോറൽ ജഡ്ജ്മെൻ്റ് എന്ന് പറയും. എന്നിട്ട് അതിന് ഏറ്റവും അനുയോജ്യമായൊരു തീരുമാനമെടുത്ത് പരിഹരിക്കണം. നമ്മളൊക്കെ എഡ്യൂക്കേറ്റഡ് ആവുന്നതോടുകൂടി പലപ്പോഴും നമ്മൾ സമൂഹത്തിലെ പല വിഷയങ്ങൾക്കും എതിരെ ശബ്ദിക്കുകയും അതിലിടപെടുകയും അത് പരിഹരിക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. ആ സമയത്ത് നമ്മൾ മോറലായിരിക്കണം, മോറൽ ജഡ്ജ്മെൻ്റ് ആയിരിക്കണം. സത്യസന്ധമായ ഒരാൾ ഭാഗത്തു നിന്ന് സംസാരിക്കുകയോ അയാൾക്ക് വേണ്ടി പറയുകയോ ഒന്നും ചെയ്യരുത്. എവിടെയാണോ നീതി അവിടെ അതനുസരിച്ച് നിൽക്കണം. Then moral behavior, the actions and conform the moral principles and ethical standards. നമ്മുടെ സ്വഭാവത്തിലുടനീളം മറ്റുള്ളവരുടെ സ്വഭാവത്തിൽ നമ്മൾ ഇടപെടുന്നത്, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഇടപെടുക, സമൂഹത്തിലെ പ്രശ്നങ്ങൾ ഇടപെടുക എന്നത് മാത്രമല്ല, നമ്മളടുത്തും എന്തുണ്ടാവണം, മോറൽ ബിഹേവിയർ ഉണ്ടാവണം. Then moral emotions, feelings such as guilt, shame and empathy and that motive of moral behavior reinforce moral norms. മോറൽ ഇമോഷൻസ് നമുക്കുണ്ടാവണം. അവിടെ സച്ച് ആസ് ഗിൽട്ട്, ഷെയിം, എമ്പതി. നമുക്ക് ശരിക്കും ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു മടി തോന്നും. അത് നമ്മുടെ മോറലാണ്. നമുക്ക് മൊറാലിറ്റി ഉള്ളത് കൊണ്ടാണ് നമുക്കൊരു നാണം തോന്നുക, അല്ലേ? ഒരു ഡിഗ്രിയൊക്കെ എടുത്താൽ നമ്മൾ എന്താ പറയുക, തെരുവിൽ കൂടി ഒരു വിദ്യാഭ്യാസം ഇല്ലാതെ നടക്കുന്ന ആൾക്കാരെ പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയോ വായിന്ന് ആവശ്യമില്ലാത്ത വാക്കുകൾ വരാനോ ഒന്നും പാടില്ലല്ലോ. അതാണ് മോറൽ ബിഹേവിയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോറൽ ഇമോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ മോറൽ റീസണിങ്, പ്രോസസ് ഓഫ് തിങ്കിങ് ത്രൂ ദ എത്തിക്കൽ ഡിലമ്മ ആൻഡ് ഡിസൈഡിങ് ദി ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കണം. അതിൻ്റെ വാല്യൂ നൽകുന്നത് അത് മോറലിലൂടെയാണ്. അതായത് ദ പ്രോഗ്രസ് ഓഫ് തിങ്കിങ്, എത്തിക്കൽ ഡിലമ്മ, ഡിസൈഡിങ് ഓൺ ദി ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. നിങ്ങൾ ഈ ഒരു വാല്യൂ എഡ്യൂക്കേഷനൊക്കെ പഠിച്ച ആൾക്കാരാണ്, അല്ലെങ്കിൽ ഡിഗ്രി എടുത്ത ആൾക്കാരാണ് എന്ന നിലക്ക് നിങ്ങൾ പൊട്ടത്തരങ്ങൾ ചെയ്യാൻ പാടില്ല. എന്ത് ചെയ്യുമ്പോഴും അതിൽ നിന്ന് ഏറ്റവും നല്ല രീതി ഏതാണോ അതെടുത്തിട്ട് വേണം ചെയ്യാൻ. ഇതൊക്കെയാണ് കോമ്പണൻസ്, മൊറാലിറ്റിയുടെ കോമ്പണൻസ് ആയിട്ട് പറയുന്നത്. ഈ മോറൽ എഡ്യൂക്കേഷൻ എന്താണ്? Moral education is the process of teaching individuals, especially children, to understand and apply the moral principles in their lives. It aims to develop moral reasoning, then foster moral emotion and encourage moral behavior. കുട്ടികളെ പഠിപ്പിക്കുക. നമ്മൾ വാല്യൂ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ പറഞ്ഞു, സ്കൂളിൽ കുട്ടികൾക്ക് കുറച്ച് മൂല്യങ്ങൾ കൂടെ പഠിപ്പിക്കണം. മാത്സും ബയോളജിയും സയൻസും പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ ഇത്തിരി വാല്യൂസ് പഠിപ്പിക്കുന്നത് നല്ലതായിരിക്കും. എന്ന് പറഞ്ഞ പോലെ തന്നെ വാല്യൂസിൻ്റെ കൂടെ തന്നെയുള്ള മൊറാലിറ്റിയും നമുക്ക് എന്ത് ചെയ്യാം, കുട്ടികളെ പഠിപ്പിക്കാം. എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, എവിടേക്കാണ് നിങ്ങൾ ഇടപെടേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പോൾ നമുക്കറിയാലോ, നമ്മുടെ യുവതലമുറ പലപ്പോഴും സമൂഹത്തിലെ പല കാര്യങ്ങളും കണ്ടാൽ അവർ നോക്കി നിൽക്കുന്നുള്ളൂ, പലതിലും അവർ ഇടപെടുന്നില്ല. എസ്പെഷ്യലി രാഷ്ട്രീയത്തിൻ്റെ കാര്യം, രാഷ്ട്രീയം ഓരോ വ്യക്തിയും പ്രത്യേകം അനലൈസ് ചെയ്യുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ആരൊക്കെയാണെന്ന് ചിന്തിക്കുകയൊക്കെ വേണ്ടതാണ്. ഇപ്പോഴത്തെ യുവതലമുറക്ക് രാഷ്ട്രീയം പോലും അവർക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല എന്നുള്ളത് വളരെ എന്താ പറയുക, വേദനാജനകമാണ്. ഇപ്പോൾ ക്യാമ്പസിലൊക്കെ പോയിട്ട് നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇതാരാണെന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് അറിയുന്നില്ല. പല പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ അവർക്ക് അറിയാൻ പറ്റുന്നില്ല. ഇപ്പോഴുള്ള എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആരാണെന്ന് ചോദിച്ചാൽ പറയാൻ കഴിയില്ല. സോ ഇതൊക്കെ ഇവരൊന്നും ഇതിനോടൊന്നും അറ്റാച്ച്ഡ് അല്ലാതെ അവരവരുടെ ലോകത്തേക്ക് ചുരുങ്ങുന്നത് കൊണ്ടാണ്. സോ നമുക്ക് ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു വിദ്യാഭ്യാസമാണ് ശരിക്കും വേണ്ടത്. മോറൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ശരിയും തെറ്റും അവരുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു എഡ്യൂക്കേഷനാണെന്ന് നമുക്ക് പറയാം. മോറൽ എഡ്യൂക്കേഷൻ്റെ കുറച്ച് ആസ്പെക്ട്സ് ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത പോയിൻറ്റ്സ് ആണ്. നിങ്ങൾക്ക് എസ്സേ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇതിലെ പോയിൻറ്റ്സൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എസ്സേ തയ്യാറാക്കാം. കീ ആസ്പെക്ട്സ് ഓഫ് മോറൽ എഡ്യൂക്കേഷൻ, ക്യാരക്ടർ എഡ്യൂക്കേഷൻ, അതായത് സ്വഭാവ രൂപീകരണം തന്നെയാണ്. ഫോക്കസ് ഓൺ ഡെവലപ്പിംഗ് ദി വെർച്വ ലൈക്ക് ഹോണസ്റ്റി, ഇൻറ്റഗ്രിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് എമ്പതി. ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ അവർക്ക് പഠിപ്പിക്കണം. സത്യസന്ധരായി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളത്, ഒത്തൊരുമിച്ച് നിൽക്കാൻ പറ്റുന്നത്, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പറ്റുന്നത്,
ഇതൊക്കെ അവരെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതുണ്ട്. ദെൻ സിവിക് എഡ്യൂക്കേഷൻ, ഒരു വ്യക്തി എങ്ങനെ ഒരു സമൂഹത്തിൽ ജീവിക്കണം എന്ന് ആ കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. ദെൻ മോറൽ റീസണിങ്, it encourages the critical thinking about ethical issues and ability to make a reasoned moral judgment. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അതിൽ ഇടപെട്ട് അതിനൊരു വിധി കൽപ്പിക്കാൻ ഓരോ പൗരനും സാധിക്കണം. അത് നമുക്ക് മോറൽ റീസണിങ് എന്ന് പറയാം. ദെൻ ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ ഓരോ വ്യക്തികളുടെ തിയറീസാണ്. ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, മറ്റുള്ളവരോട് പെരുമാറുമ്പം എന്തൊക്കെ കാണിക്കണം. ഇപ്പോൾ ഒരാളുടെ ഒരു വേദന കാണുമ്പോൾ, ഒരാൾ സുഖമില്ലാത്ത ഒരാൾ ജസ്റ്റ് ഒരു കോണിപ്പടി കയറി പോവുകയാണ്, ഇന്നത്തെ ഒരു യങ് ജനറേഷൻ ഉള്ള ഒരു കുട്ടി അത് കാണുകയാണെങ്കിൽ വെറുതെ ചുമ്മാ നോക്കി നിൽക്കുള്ളൂ. എന്നാൽ അയാളെ എങ്ങനെയെങ്കിലും നമുക്ക് സഹായിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്ത വരണം മൊറാലിറ്റി ഉള്ള വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ മൊറാലിറ്റി ഉള്ള വ്യക്തികൾക്ക്. അങ്ങനെ വരുന്നതിനെയൊക്കെ നമുക്ക് ഒരു ഇമോഷണൽ ഡെവലപ്മെൻ്റ് ആയിട്ട് കണക്കാക്കാം. ദെൻ മോഡലിംഗ് ആൻഡ് റീഎൻഫോഴ്സ്മെൻറ്റ്, പാരൻസ്, ടീച്ചേഴ്സ് ആൻഡ് അതർ റോൾസ് ഓഫ് മോഡൽസ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ മോറൽ എഡ്യൂക്കേഷൻ. മോറൽ എഡ്യൂക്കേഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു നേരത്തെ. മോറൽ എഡ്യൂക്കേഷൻ അത് കാര്യക്ഷമമാവണമെങ്കിൽ ആ കുട്ടിയുടെ മുന്നിലുള്ളവർ ആദ്യം എന്താവണം, അതായത് അവൻ്റെ ടീച്ചേഴ്സ്, പാരൻസ്, മുതിർന്ന ആൾക്കാരൊക്കെ എന്താവണം, നല്ല രീതിയിൽ പെരുമാറണം. അപ്പോഴാണ് നമ്മുടെ താഴെയുള്ള ആളുകൾ നന്നായിട്ട് പെരുമാറുക. അപ്പോൾ മോഡലിംഗ് ആൻഡ് റീഎൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നൊരു സംഗതി കൂടി മോറൽ എഡ്യൂക്കേഷനിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഈ അപ്രോച്ചസ് ടു മോറൽ എഡ്യൂക്കേഷൻ, മോറൽ എഡ്യൂക്കേഷൻ്റെ അപ്രോച്ച് എങ്ങനെയാണിത് പഠിപ്പിക്കുക? ട്രഡീഷണൽ അപ്രോച്ച് ഉണ്ട്. ഫോക്കസ് ഓൺ ദി ടീച്ചിങ് എസ്റ്റാബ്ലിഷ് മോറൽ വാല്യൂസ് നോംസ് ത്രൂ ദി ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻസ്, റിലീജിയസ് ടീച്ചിങ് ആൻഡ് കൾച്ചറൽ ട്രഡീഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പെരുമാറാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പെരുമാറുന്നുണ്ട്. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടി? മതത്തിൽ നിന്ന് കിട്ടി. അത് നമ്മൾ എങ്ങനെ പഠിച്ചു? അത് ട്രഡീഷണൽ അപ്രോച്ചിലൂടെയാണ് നമ്മൾ പഠിച്ചത്. അതായത് അത് പഠിപ്പിച്ചു തന്നു, മദ്രസയിലും സ്കൂളിലൊക്കെ വെച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നു. ഡയറക്റ്റ് ഇൻസ്ട്രക്ഷനിലൂടെയാണ് നമുക്കത് പഠിപ്പിച്ചു തന്നത്, അല്ലേ? നമ്മുടെ ടീച്ചേഴ്സ് നേരിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് ചെയ്തത്. നെക്സ്റ്റ് കൺസ്ട്രക്റ്റീവ് അപ്രോച്ച് ഉണ്ട്. ഇനി ഇതൊന്നും നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അതാണ് കൺസ്ട്രക്റ്റീവ് അപ്രോച്ച്. എംഫസൈസ് ദ ആക്റ്റീവ് റോൾ ഓഫ് ലേണേഴ്സ് കൺസ്ട്രക്ടിങ് ദെയർ ഓൺ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ് ത്രൂ ദി ഇൻറ്ററാക്ഷൻ വിത്ത് പിയേഴ്സ്, ഡിസ്കഷൻ ആൻഡ് റിയൽ ലൈഫ് എക്സ്പീരിയൻസ്. ഇതൊന്നും ഒരാൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതല്ല. അവരവരുടെ പിയർ ഗ്രൂപ്പിൽ ഇരുന്നു കൊണ്ട് അവരോട് സംസാരിച്ചിട്ട് ഇതൊക്കെ നേടിയെടുക്കണം. അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റിനെയാണ് കൺസ്ട്രക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ കുട്ടികൾക്ക് നമ്മൾ എല്ലാ കാര്യവും നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കണമെന്നില്ല. ബാക്കി അവരവരുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ച് മനസ്സിലാവും. ഡെവലപ്മെൻറ്റൽ അപ്രോച്ച് ഉണ്ട്. ഇറ്റ് ബേസ്ഡ് ഓൺ ദ തിയറീസ് ഓഫ് സൈക്കോളജിസ്റ്റ് ലൈക്ക് ജീൻ പിയാജറ്റ് ആൻഡ് ലോറൻസ് കോൾബർഗ് എക്സെട്ര. ഇങ്ങനെയുള്ള കുറച്ച് സൈക്കോളജിസ്റ്റുകളുണ്ട്. അവർ കുറച്ച് തിയറി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ തിയറിയിലൂടെയും എന്ത് ചെയ്യാൻ പറ്റും? മൊറാലിറ്റി പഠിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ട്രഡീഷണൽ അപ്രോച്ച് ഉണ്ട്, അല്ലേ? ഒരു ഗുരുനാഥൻ പറഞ്ഞു പഠിപ്പിക്കുക, കുട്ടികളെ തന്നെ പുറത്തേക്ക് തുറന്നു വിടുക, അവരെ കണ്ടെത്തിക്കോളും. അത് കൺസ്ട്രക്റ്റീവ്. കുറേ തിയറി വെച്ചിട്ട് പഠിപ്പിക്കാം. സൈക്കോളജിസ്റ്റുകളുടെ കുറേ തിയറി ഉണ്ട്, അത് വെച്ചിട്ട് മൊറാലിറ്റി പഠിപ്പിക്കാം. അങ്ങനെ മൂന്നാമത്തെ മെത്തേഡ്. ദെൻ നാലാമത്തെ മെത്തേഡ് ഇൻറ്റഗ്രേറ്റീവ് ആണ്. അതായത് ഈ മേലെ പറഞ്ഞ കംപ്ലീറ്റ് മെത്തേഡ്സും യൂസ് ചെയ്തിട്ട് അവരുടെ മൊറാലിറ്റി ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതിനെ നമുക്ക് ഇൻറ്റഗ്രേറ്റീവ് അപ്രോച്ച് എന്ന് പറയാം. The next criteria of a rational behavior. റാഷണൽ ബിഹേവിയറിൻ്റെ ക്രൈറ്റീരിയ. നമ്മളൊക്കെ ഒരു ലോജിക്ക് അനുസരിച്ച് മൊറാലിറ്റി അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും. ശരിയും തെറ്റൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രവർത്തിക്കും. അങ്ങനെ നമ്മൾ ഓരോരുത്തരുടെയും സ്വഭാവം വ്യത്യസ്ത രീതിയിലാകുന്നതിൻ്റെ ഒരു ക്രൈറ്റീരിയ, ഇത് ഒരു സൈക്കോളജിസ്റ്റുകളുടെ ഒരു തിയറി ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസാണ്, ക്രൈറ്റീരിയാസാണ്. ഫസ്റ്റ് വൺ, ലോജിക്കൽ കൺസിസ്റ്റൻസി, കൊഹറൻസ്. രണ്ട്, ജനറേഷൻ ഓഫ് യൂണിവേഴ്സൽസ്. ദെൻ എംപിരിക്കൽ എവിഡൻസ്. ദെൻ പബ്ലിക് ഇൻ്റലിജിബിലിറ്റി.
നമുക്കിത് ഓരോന്നൊന്ന് വിശദീകരിക്കാം. ലോജിക്കൽ കോൺസിസ്റ്റൻസി, കൊഹറൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അതിനോട് യോജിക്കുക, പൊരുത്തപ്പെടുക എന്നൊക്കെയാണ്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ കൊടുത്തിട്ടില്ല. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് അതിനെ പാരഗ്രാഫായിട്ട് വായിക്കാൻ സാധിക്കും. ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കാര്യം മനസ്സിലാക്കിയാൽ മതി. ലോജിക്കൽ കോൺസിസ്റ്റൻസിയിൽ പറയുന്നത് നമ്മൾ ഓൾറെഡി നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കും. അതായത് വി റെസ്പെക്റ്റ് അതേഴ്സ് ആൻഡ് വി വിൽ പ്രൊഡ്യൂസ് ദി ഹോണസ്റ്റി. വളരെ സത്യസന്ധമായിട്ട് നമ്മൾ പെരുമാറും, മറ്റുള്ളവരെ ബഹുമാനിക്കും, വലിയവരെ ബഹുമാനിക്കും, ചെറിയവരെ നമ്മൾ സ്നേഹിക്കും, ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെ നമുക്ക് തിരിച്ചത് അങ്ങനെ കിട്ടിക്കൊള്ളണം എന്നില്ല. അതായത് നമുക്കൊരു പക്ഷേ റെസ്പെക്റ്റ് തിരിച്ച് കിട്ടുകയോ നമ്മൾ സ്നേഹിച്ചവർ നമ്മളെ ഇങ്ങോട്ട് തിരിച്ച് സ്നേഹിച്ചോ അങ്ങനെയൊന്നുമില്ല. അതിനോട് നമ്മൾ പൊരുത്തപ്പെട്ടേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു എത്തിക്സ് പഠിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ടത്, നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് നല്ലത് എന്ന് തോന്നുന്നതല്ല, നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് എന്താവാം, അതേപോലെ തന്നെ തിരിച്ച് കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അതിനോട് നമ്മൾ യോജിച്ച് പോകണം, നമ്മൾ അത് പൊരുത്തപ്പെട്ട് പോകണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ലവ്, എല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ളത് ഒരു മോറലാണ്. നമുക്കെല്ലാവരെയും സ്നേഹിക്കാം. പക്ഷെ നമുക്ക് അങ്ങനെ തിരിച്ച് എല്ലാവരും നമ്മളെ സ്നേഹിക്കണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റുമോ? അതിനു വേണ്ടിയിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇതാണ് ലോജിക്കൽ കോൺസിസ്റ്റൻസി ഓർ കൊഹറൻസ് എന്ന് പറയുന്നത്. നമ്മളൊരു രഞ്ജിപ്പിൽ അങ്ങനെ പോകാം. ശരിക്കും ലൈഫ് സക്സസിൻ്റെ ഒരു പ്രിൻസിപ്പിൾ തന്നെ പറയുന്നത് ലവ് എവ്രി വൺ എന്നാണ്. അപ്പോൾ എല്ലാവരും നമുക്ക് സ്നേഹിക്കാം. അപ്പോൾ അവിടുത്തെ ഒരു പ്രിൻസിപ്പിൾ എന്താ വെച്ചാൽ ആരെയും വെറുക്കാൻ പാടില്ല. ഒരു പക്ഷേ നമ്മൾ സ്നേഹിക്കുന്നവർ ഇങ്ങോട്ട് നമ്മൾ വെറുപ്പിച്ചേക്കാം, അല്ലെങ്കിൽ നമ്മൾ ദ്രോഹിച്ചേക്കാം. അവരെ നമ്മൾ ദ്രോഹിക്കല്ല വേണ്ടത്. വേണമെങ്കിൽ നമുക്ക് അവരെ സ്നേഹിക്കാതിരിക്കാം. അല്ലാണ്ട് നമ്മൾ അങ്ങോട്ട് വെറുക്കേണ്ട ആവശ്യമില്ല. അത് അവർക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടാണ് എന്ന് വിചാരിച്ചാൽ മതി. ശരി, അങ്ങനെ വിട്ട് കളയാം. അപ്പോൾ നമ്മൾ സക്സസ് ആകുമെന്നാണ്. നേരെ മറിച്ച് അവർ ഇങ്ങോട്ട് ദേഷ്യം കാണിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ദേഷ്യം കാണിക്കുകയാണെങ്കിൽ നമ്മളും കൂടെ പരാജയപ്പെടുകയാണ്. ശരി, അപ്പോൾ നമ്മൾ പരാജയപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കാം. സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദേഷ്യപ്പെടാതിരിക്കാം, വെറുക്കാതിരിക്കാം. അങ്ങനെയാണ്. പിന്നെ ജനറേഷൻ ഓഫ് യൂണിവേഴ്സൽ. അപ്പോൾ ഈ മൊറാലിറ്റി എല്ലാം വരുന്നത് ഒരു യൂണിവേഴ്സൽ പ്രിൻസിപ്പിളിൻ്റെ, അതായത് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നല്ലത് ചീത്ത. ശരിക്കും ഇതിൻ്റെ അനലൈസ് ചെയ്യുമ്പോൾ മതങ്ങളിൽ നിന്ന് തന്നെയാണ് എന്ന് സമ്മതിക്കേണ്ടി വരും. എന്നാലും ലോകം നിലനിൽക്കാൻ വേണ്ടി ഉള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിൽ സ്നേഹവും ബഹുമാനവും കരുതലൊക്കെ ഉൾപ്പെടുന്നു. അങ്ങനെ ഒരു കൺസെപ്റ്റിലൂടെയാണ് ഇത് വരുന്നത്. അത് നമ്മുടെ റാഷണൽ ബിഹേവിയറിൻ്റെ ഒരു ക്രൈറ്റീരിയ ആണെന്ന് പറയാം. എന്താണ് ഈ റാഷണൽ ബിഹേവിയർ? യുക്തിപരമായിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങുക. അതായത് നമുക്ക് സൗകര്യമാകുന്ന രീതിയിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ഉള്ളൊരു ജീവിതം. അവിടെ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. ദെൻ എംപിരിക്കൽ എവിഡൻസ്. നമ്മളിങ്ങനെ നല്ല രീതിയിൽ പെരുമാറണം എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് കിട്ടിയത്, അല്ലെങ്കിൽ കുറച്ച് മോറൽ പ്രിൻസിപ്പിൾസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്, അത് എംപിരിക്കൽ എവിഡൻസിൻ്റെ ആണ്. നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്, അങ്ങനെ ചെയ്താൽ നമ്മൾ രക്ഷപ്പെടും, നമ്മുടെ നാട് രക്ഷപ്പെടും, നമ്മുടെ സമൂഹം രക്ഷപ്പെടും എന്ന് തെളിവുണ്ട്. അങ്ങനെ തെളിവുള്ള പ്രിൻസിപ്പിളാണ് ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് നമുക്ക് പറയാം. ദെൻ പബ്ലിക് ഇൻ്റലിജിബിലിറ്റി. മോറൽ പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം നമുക്ക് നല്ലൊരു സ്വഭാവം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് പബ്ലിക് ഇൻ്റലിജിബിലിറ്റി ആവണം. അതായത് പൊതുജനങ്ങൾ മുഴുവൻ അംഗീകരിക്കുന്ന ഒരു കാര്യം ആയിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ റാഷണൽ ബിഹേവിയർ തീരുമാനിക്കുന്നത് എന്ന് നമുക്ക് പറയാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ പറയാനുള്ളത്. ചെറിയൊരു യൂണിറ്റാണ്, വളരെ കുറച്ച് കടുപ്പമുള്ള കുറച്ച് വാക്കുകളും പാരഗ്രാഫൊക്കെയാണ് ഇതിലുള്ളത്.
നന്നായിട്ട് നിങ്ങൾ വായിച്ച് നോക്കുക. അത്രയേ ഉള്ളൂ. ഓക്കെ, സ്റ്റഡി നോട്ട് ആവശ്യമുള്ളൊരു നമ്പറിൽ ബന്ധപ്പെടാം. ഐ വിൽ സെൻഡ് യു. ക്ലാസ് കേൾക്കുന്നവർക്ക് സ്റ്റഡി മെറ്റീരിയൽ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ ഫോൺ നമ്പർ ഉണ്ട്, അതിൽ നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു ഫോർ ലിസണിങ്. ബൈ.